നമ്മളൊരു നാടൻ ചേന ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ചേനയുണ്ട്. അരിഞ്ഞതിന് ശേഷം 1 കപ്പുണ്ട്. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനൊരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഒരു 12 ചെറിയ ഉള്ളി 4ആയിട്ട് മുറിച്ചതാണ്. ഇതൊന്ന് കല്ലിൽ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ ചേനയുടെ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ ഉടച്ചു നോക്കുക. അപ്പോൾ അതാ ഉടഞ്ഞു. അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ട്. എനിക്കിത് 20 മിനിറ്റോളം എടുത്തു വേവാനായിട്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിവിനുള്ളത് നമ്മൾ ഉണക്കമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. ചേനയിലേക്ക് ആ മുളക് പൊടിയുടെ കളറും ഒക്കെ പിടിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ആ കറിവേപ്പിലയുടെ ഒക്കെ മണം ചേനയിലേക്ക് ഒന്ന് പിടിക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചേന ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.